ഹായ് വെൽക്കം എല്ലാവർക്കും എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുന്നത് സബ് ടോട്ടൽ എന്നൊരു ഫംഗ്ഷനെ കുറിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് നെയിം സാലറി എന്ന് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബഡ്ജറ്റ് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു ആവശ്യം നമുക്ക് വരിക. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളതിന്റെ സമ്മ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഈ സബ് ടോട്ടൽ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇപ്പൊ ഇവിടെ ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ഫംഗ്ഷൻ ഉണ്ട്. ഇതിന്റെ നമുക്ക് ടോട്ടൽ സമ്മ് കാണണമെങ്കിൽ സിമ്പിൾ ആണ്. നമ്മൾ ഇവിടെ ഓൾട്ട് ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സം വരും. അല്ലെങ്കിൽ ഈക്വൽ ടു സം ഓഫ് ഇത്രയും കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സം വരും. അല്ലെങ്കിൽ ഓട്ടോ സം എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. ഈ ഓട്ടോ സമ്മിൽ ക്ലിക്ക് ചെയ്താലും ആ സമ്മ് അവിടെ കാണിക്കും. പക്ഷേ ഞാനിവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് കൊടുക്കുന്നിടത്ത് ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് CABD എന്ന് പറഞ്ഞ ഈ ഓരോ കാറ്റഗറിയിലെയും സെപ്പറേറ്റ് എ എന്നുള്ളതിൽ എത്രയാണ്, ബി എന്നുള്ളതിന്റെ സം എത്രയാണ്, ഡി എന്നുള്ളതിന്റെ സം എത്രയാണ്, പിന്നെ ഇതിന്റെ ടോട്ടൽ എത്രയാണ് വരുന്നത് എന്ന് കാണണമെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ C മാത്രം എടുക്കുന്നു. ഈ C ഉള്ളത് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് അടിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു മെത്തേഡാണ് സബ് ടോട്ടൽ എന്നൊരു ഫംഗ്ഷൻ. അപ്പൊ സബ് ടോട്ടൽ കാണുന്നതിനായിട്ട് രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒന്ന് ഫിൽട്ടർ ഇട്ടതിന് ശേഷം നമുക്കൊരു സബ് ടോട്ടൽ കാണാം, അല്ലാതെ മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ ആ രണ്ട് ഓപ്ഷൻ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യുന്നതിനായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഷീറ്റിനെ തന്നെ ഒന്നുകൂടെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ക്രിയേറ്റ് കോപ്പി. ഇവിടെ അടുത്ത ഷീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ഫംഗ്ഷൻ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ആദ്യം നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതിയിരിക്കുന്ന ഇതിനെ നമുക്കൊന്ന് സോർട്ട് ചെയ്യണം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇത് ABCD എന്നുള്ള കാറ്റഗറിയിൽ തന്നെ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡേറ്റ ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റയിൽ സോർട്ട് പോകുന്നു. സോർട്ടില് A വെച്ച് സോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്കിവിടെ കാണാം ABCD ഇതിങ്ങനെ സോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സബ് ടോട്ടൽ ഫംഗ്ഷൻ കാണുന്നതിന് ആയിട്ട് ഇവിടെ മുതൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ മാർഗമുണ്ട്. നമ്മളിങ്ങനെ മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇത്രയും സെലക്ട് ചെയ്യേണ്ടത്. ഇതൊരു ചെറിയ ഫയൽ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ഞെക്കുക. അപ്പൊ നമ്മൾ എവിടം വരെയാണോ ഡേറ്റ ഉള്ളത് അവിടെ വരെ അത് സെലക്ട് ആകും. അതിനുശേഷം വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ കോളം ഫുൾ ആയിട്ട് തന്നെ സെലക്ട് ആകും. ഈ കോളം സെലക്ട് ആയതിനു ശേഷം ഇവിടെ ഈ ഡേറ്റ എന്ന ടാബിൽ ഇതിന്റെ അറ്റത്തായിട്ട് സബ് ടോട്ടൽ എന്നൊരു ഫംഗ്ഷൻ കാണാം. ഈ സബ് ടോട്ടലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം കാണാം അറ്റ് ഈച്ച് ചേഞ്ച് ഈ ഡിപ്പാർട്ട്മെന്റ് നെയിം സാലറി. നമുക്കിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് കിട്ടേണ്ടത്. യൂസ് ഫംഗ്ഷൻ ഇവിടെ സം ഉണ്ട്, കൗണ്ട്, ആവറേജ്, മാക്സിമം, മിനിമം, അങ്ങനെ ഒരുപാട് ഒരു 11ഓളം ഫംഗ്ഷൻ ഉണ്ട്. കൗണ്ട് നമ്പറുകൾ, വേരിയേഷൻ, വേരിയന്റ് എല്ലാം ഉണ്ട്. ഇപ്പൊ സമ്മ് സെലക്ട് ചെയ്യുന്നു. ആഡ് സബ് ടോട്ടൽ ടു ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നെയിം സാലറി ഇതിൽ നമ്പർ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ സാലറി എന്നുള്ള ടിക്ക് വരുന്നുണ്ട്. ടിക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡിൽ 1 2 3 എന്ന് കാണാം. ഈ 1ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഗ്രാൻഡ് ടോട്ടൽ. എത്രയാണോ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന വാല്യൂവിന്റെ ഗ്രാൻഡ് ടോട്ടൽ കാണാം. ഇവിടെ സെക്കൻഡിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ എയുടെ ടോട്ടൽ, ബി ടോട്ടൽ, സി ടോട്ടൽ, ഡി ടോട്ടൽ ആൻഡ് ഗ്രാൻഡ് ടോട്ടൽ കാണാം. ഈ മൂന്നാമത്തെ ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എ ടോട്ടൽ, ബി ടോട്ടൽ, സി ടോട്ടൽ, ഡി ടോട്ടൽ ആൻഡ് ഗ്രാൻഡ് ടോട്ടൽ ഇത്രയും സംഭവം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ രണ്ടിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ ടോട്ടൽ, ബി ടോട്ടൽ, സി ടോട്ടൽ, ഡി ടോട്ടൽ. നമുക്കിത് ഓരോ അക്കൗണ്ട് ഹെഡ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എ എന്ന് കൊടുത്ത് മാത്രമേ ഉള്ളൂ. ടോട്ടൽ ഓട്ടോമാറ്റിക് ഇതിൽ വരുന്നതാണ്. അതുപോലെ 1ൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ ഗ്രാൻഡ് ടോട്ടൽ നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷനിൽ സബ് ടോട്ടൽ അറിയുന്നതിനായിട്ട് ഇപ്പോൾ ഈ ഷീറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഈ ഫിൽറ്ററിൽ നമുക്ക് ABCD നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം
ഈ ഫിൽട്ടർ വരാതെ ഒരു ഭാഗത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ ആ ഭാഗം വരരുത്. ഫിൽട്ടർ ചെയ്യാത്ത ഒരു ഭാഗത്തായിട്ട് നമ്മളിവിടെ ഈക്വൽ ടു അടിക്കുക. അതിനുശേഷം സബ് ടോട്ടൽ എന്ന് സെലക്ട് ചെയ്യുക. സബ് ടോട്ടലിൽ ഇവിടെ 9ാമതാണ് സമ്മ്. നമ്മൾ ഈ 9 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു കോമ ഇടുക. കോമ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ വാല്യൂ മുഴുവനായി സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിനു ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം ഇത്രയും വാല്യൂവിന്റെ തന്നെ ഒരു ടോട്ടൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ ഫിൽട്ടർ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ഈ ഫിൽട്ടറിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ബി ആണ് അറിയണ്ടെങ്കിൽ ബി സെലക്ട് ചെയ്യുന്നു. ബി സെലക്ട് ചെയ്യുമ്പോൾ ഈ ബിയുടെ മാത്രം വാല്യൂ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ബിയും സിയും ആണ് അറിയണ്ടെങ്കിൽ ബിയും സിയും സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.